Dear students, welcome to Learner's World. In this video, I'm going to talk about solve textual questions and activities. Part 4, 7th Standard English, new textbook, Kerala syllabus, Unit 1, a robot with a virus. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആക്ടിവിറ്റീസാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ഹിയർ ഇസ് ആൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അപ്പോൾ സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പായിപ്പോയി, അതിൻ്റെ പ്രവർത്തനം നിലച്ചു. അപ്പോൾ അവൾ അതിൻ്റെ കമ്പനിയിലേക്കൊരു ഇമെയിൽ അയക്കുകയാണ് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അയച്ചിട്ടുള്ള ഇമെയിലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മളോടൊരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറ എഴുതിയ ഇമെയിൽ ഇങ്ങനെയാണ്. 2 എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ്റെ കമ്പനിയാണ്. പിന്നെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് സബ്ജക്റ്റ്. സർ, ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരാഴ്ച മുന്നേ ഞാനൊരു വാഷിംഗ് മെഷീൻ പർച്ചേസ് വാങ്ങിയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നോ. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഇപ്പം നിലച്ചിരിക്കുകയാണ്. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അത് റിപ്പയർ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാറ അയച്ചിട്ടുള്ള ഇമെയിൽ. നമ്മളോട് എന്താണ് ചോദ്യം നോക്കാം. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട്. അപ്പോൾ റിക്കി പാരൻസിനോട് റോബോട്ടിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞതായിട്ട് നമ്മൾ സ്റ്റോറിയിൽ കണ്ടു. ബട്ട് ദേ ഡിഡ്ന്റ് ലിസൺ ടു ഹിം. പക്ഷേ പാരൻസ് അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലയിൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിം ദം ടു റീപ്ലേസ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ റിക്ക് എന്ത് ചെയ്യാണ്, പാരൻസിനോട് പറഞ്ഞപ്പോൾ പാരൻസ് അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഈ ഒരു റോബോട്ടിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാകും, അവിടേക്കൊരു മെയിൽ അയക്കുകയാണ്. ഇത് മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടാണ്, ഇത് റീപ്ലേസ് ചെയ്യണം, എനിക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റോബോട്ടിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഈ മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടിനെ മാറ്റി പുതിയതൊരെണ്ണം തരണം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? റിക്കിനെ സഹായിക്കണ്ടേ ഇമെയിൽ തയ്യാറാക്കാൻ? അപ്പോൾ ഫ്രം എന്ന് പറയുന്നത് റിക്കിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് കൊടുക്കുക. 2 എന്ന് പറയുന്നത് റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി. ദെൻ സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ഒരു ചെറിയൊരു മോഡലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് എന്താണ്? റിക്വസ്റ്റ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അതായത് മിസ്പ്രോഗ്രാംഡ് റോബോട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റിനുള്ള ഒരു റിക്വസ്റ്റ് ആണ് സബ്ജക്റ്റ്. ഡിയർ സർ, I recently purchased one of your robots to assist with household task. അതായത് ഞാൻ ഈ അടുത്തായിട്ട് നിങ്ങളുടെ റോബോട്ടുകളിൽ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗസ് ഹോൾഡ് വർക്ക്സ്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ എം എക്സ്പീരിയൻസിങ് പ്രോബ്ലംസ് വിത്ത് ഇറ്റ്സ് പെർഫോമൻസ്. പക്ഷേ എനിക്ക് ഈ റോബോട്ടിൻ്റെ പെർഫോമൻസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തോന്നി തുടങ്ങി. ദ റോബോട്ട് ഹാസ് മിസ്പ്രോഗ്രാംഡ്. ഇറ്റ് കോസ് ലോട്ട് ഓഫ് ഡിസ്ട്രപ്ഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. റോബോട്ട് മിസ്പ്രോഗ്രാംഡ് ആണ്, നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഡെയിലി റുട്ടീനിൽ ഒരുപാട് ഡിസ്ട്രപ്ഷൻസൊക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യുവർ റീപ്ലേസ്മെൻറ്റ് ഫോർ ദിസ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഒരു മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടിന് പകരമായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വെൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്ത് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി റിക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്രോസ് വേർഡ് പസിൽ റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് കോസ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് ഗിവൺ. ഇതൊരു പസിലാണ്, അത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗസ് ഹോൾഡ്
അതായത് വീട്ടിലെ ഓരോരോ ജോലികളുമായി ബന്ധപ്പെട്ട ഒരു പസിലാണ്. ഇതിൽ കുറച്ച് ഡിറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അക്രോസിൽ, അതേപോലെ ഡൗണ്, അക്രോസ് കുറുകെ ഉള്ള ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ ഡൗൺ ആയിട്ടുള്ളത് ക്ലീൻ വിത്ത് വാട്ടർ, വെള്ളത്തിൽ ക്ലീൻ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? കഴുകുക, വാഷ്. അപ്പോൾ ഒന്നാമത്തേത് വാഷാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഫ്രീ ഫ്രം ഡേർട്ട്. അതായത് അഴുക്കിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതിന് എന്താ പറയുക? ക്ലീൻ ചെയ്യുക, ക്ലീൻ. അഴുക്കിൽ നിന്ന് ഫ്രീ ആവുക, അഴുക്കിൽ നിന്ന് മുക്തി നേടുക. നാലാമത്തേത് തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. അതായത് നമ്മൾ ഫ്ലോറ്, നിലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ വസ്തുവിൻ്റെ പേര് എന്താണ്? മോപ്പ്. ഓക്കെ, ഇതാണ് അക്രോസ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് കോഴ്സ്. ഇനി ഡൗൺ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലീനിങ് വിത്ത് എ ബ്രൂം. ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന് എന്താ വിളിക്കുക? സ്വീപ്പ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ സ്വീപ്പ്. ദെൻ നെക്സ്റ്റ് കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അതായത് എന്തെങ്കിലും ഒന്നിങ്ങനെ കട്ട് ചെയ്യുന്നത്, അതായത് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ചോപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പസിൽ. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിക്കിസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വേരിയസ് ഹൗസ് ഹോൾഡ് കോഴ്സ്. ഹിയർ ഇസ് വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. റിക്കിയുടെ അമ്മ റിക്കിനോട് ഒരുപാട് ഹൗസ് ഹോൾഡ് കോഴ്സ്, വീട്ടിലെ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിക്കി കീപ്പ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിൻ്റെ ക്ലോത്ത്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറയുന്നുണ്ട്. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ് വാഷ് കഴുകാൻ പറയുന്നുണ്ട്. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ടീഷർട്ടും ട്രൗസേഴ്സൊക്കെ അയൺ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ? യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക് യു ടു സർട്ടൻ തിങ്സ്, റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. റിക്കിയുടെ അമ്മ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പറയാറുണ്ടല്ലോ ഇങ്ങനെ ഹൗസ് ഹോൾഡ് കോഴ്സൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത് എന്ന് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതിയിരിക്കുകയാണ്. ഓരോ കുട്ടികളുടെ പാരൻസും പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്. സ്കൂൾ വിട്ട് വന്ന ഉടനെ കൈയും മുഖമൊക്കെ കഴുകാൻ പറയും. ഓർഗനൈസ് യുവർ ബുക്സ് ഓൺ ദ ടേബിളിൽ ബുക്കൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയും. കീപ്പ് യുവർ ബെഡ് ക്ലീൻ. നമ്മുടെ ബെഡ് ക്ലീൻ ചെയ്യാൻ പറയും, അതായത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീൻ ആക്കിയിടാൻ പറയും. കീപ്പ് യുവർ യൂണിഫോം പ്രോപ്പർലി. യൂണിഫോമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാൻ പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാരൻസ് നമ്മളോട് പറയും. 9ാമത്തെ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ്. അതൊന്ന് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Off he went running to his parents. Father, this butler robot is faulty. He has finished my things. I think they programmed him badly. Let us send him off. അപ്പോൾ റിക്കി പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അവൻ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറയാണ്, ഫാദർ, ഈ ഒരു ബട്ട്ലർ റോബോട്ട് ഫോൾട്ടിയാണ്, അവൻ എന്തൊക്കെയോ മിസ്പ്രോഗ്രാംഡാണ്, അവൻ എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ട്, അവനെൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നുണ്ട്, അവന് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല, മിസ്പ്രോഗ്രാംഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവനെ പറഞ്ഞയക്കാം എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. നോട്ട് ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസസ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റാലിക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫ്രിഡ്ജ് മൈ തിങ്സ്, അതുപോലെ
ഫോൾട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. സെൻറ്റൻസസ് ലൈക്ക് ദ അബോവ് റെഫർ ടു എൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിങ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ്, പക്ഷേ അതിപ്പോഴും പ്രസൻറ്റിൽ അതിന് പ്രസക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. Try to find sentences of a similar pattern from the paragraph given below. Write them down in the space given. അപ്പോൾ നമുക്ക് താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നത് പാസ്റ്റിൽ ആക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ട് പ്രസൻറ്റിൽ അതിന് പ്രസക്തിയുള്ള, അതിന് സിഗ്നിഫിക്കൻസ് ഉള്ള, റെലവൻസ് ഉള്ള സെൻറ്റൻസുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വായിക്കുക. ആദ്യം പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് കണ്ടെത്തുക. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഞാനിവിടെ 30 years ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതൊരു പാസ്റ്റിൽ സംഭവിച്ചൊരു ആക്ഷൻ പ്രസൻറ്റിൽ അതിന് റെലവൻസ് ഉള്ള ഒരു സെൻറ്റൻസാണ്. അത് നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. അതായത് ഞാനിവിടെ 30 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതായത് അത് പാസ്റ്റിലുള്ള ഒരു ആക്ഷനാണ്, പക്ഷെ പ്രസൻറ്റിലും അതിന് പ്രസക്തിയുണ്ട്. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഞാനെപ്പോഴും ഈ പ്ലേസിനെ എൻ്റെ ഹോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൈ ചിൽഡ്രൻ അഡ്വൈസ് മീ അഗെയിൻസ്റ്റ് ലിവിങ് ഹിയർ ഇൻ മൈ ഓൾഡ് ഏജ്. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital which is expected to come up soon. അതായത് ഞാനിവിടെ താമസിക്കുന്ന ഇവിടെ ഒരു നല്ലൊരു ഹോസ്പിറ്റലൊന്നുമില്ല, പക്ഷേ ഗവൺമെൻറ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉടൻ വരും എന്നാണ്. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു ക്യാനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സെൻറ്റൻസസ് ആണ് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു ആക്ഷൻ പ്രസൻറ്റിൽ റെലവൻസ് ഉള്ളത്? ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. അതുപോലെ ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു ക്യാനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. അപ്പോൾ ഇതൊക്കെ ആണ് അതിൻ്റെ സെൻറ്റൻസസ് ആയിട്ട് വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവയോൺമെൻറ്റ്. ലുക്ക് അറ്റ് ദി സാമ്പിൾ പോസ്റ്റേഴ്സ്. താഴെ 2 പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററാണ്. അതൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പോസ്റ്ററിൽ പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ, ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്, replace their packaging with refill and reuse system. അതായത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 2ാമത്തിൽ ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഡോണ്ട് കട്ട് ഡൗൺ ദ ട്രീസ്, അതായത് മരം മുറിക്കരുത് എന്നുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലാന്റ് ട്രീ ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം? അതിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം. ഇപ്പം നമ്മൾ ആദ്യത്തെ പോസ്റ്ററിൽ എന്തായിരിക്കും ഉള്ളടക്കം? ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതായത് പ്ലാസ്റ്റിക് എന്നൊരു ബ്രേക്കാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിപ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആണ്. ആദ്യത്തെ പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ദെൻ ലേ ഔട്ട്, ദെൻ മെസ്സേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? അപ്പോൾ ഈ പോസ്റ്ററിൽ എന്ത് ഫങ്ഷനാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്? ടു എഡ്യൂക്കേറ്റ്, അതുപോലെ ടു ഗീവ് അവയർനെസ് ആൻഡ് ടു അഡ്വർടൈസ്. ഇവിടെ ടു എഡ്യൂക്കേറ്റ്, അതായത് നമ്മളെ
എഡ്യൂക്കേറ്റ് ആക്കുന്നു, അതുപോലെ ടു ഗിവ് അവയർനെസ്, അതായത് നമ്മൾ ബോധവാന്മാരാക്കുന്നുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടും അതുപോലെ ഈ ഒരു ട്രീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരാക്കുന്നു. ടു അഡ്വർട്ടൈസ്, ഓക്കെ, ടു ഗിവ് അവയർനെസ്, ടു അഡ്വർട്ടൈസ്. അടുത്തത് കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾസ്. ഇനി കുറച്ച് പോസ്റ്ററുകളൊക്കെ കളക്ട് ചെയ്ത് അത് കെയർഫുള്ളി ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മീൻസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിൻ്റെ മിസ്യൂസ് നെ കുറിച്ചിട്ടൊരു സ്ലോഗൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു സ്ലോഗൻ കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. ഇനി അടുത്തത് ഐസ് ഓൺ ലൈഫ് നോട്ട് ഓൺ സ്ക്രീൻസ്. ഒരു ഇലക്ട്രോണിക് ഉപയോഗത്തിൻ്റെ മിസ്യൂസാണ്. ഓക്കെ, ഇപ്പോൾ മൊബൈൽ ഫോണാണെങ്കിലും ടി വി ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മളതിൽ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കണ്ണുകളൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ലോഗനാണ് ഐസ് ഓൺ ലൈഫ് നോട്ട് ഓൺ സ്ക്രീൻസ്. അതായത് നമ്മുടെ ജീവിതത്തിനുള്ളതാണ് കണ്ണുകൾ, അല്ലാതെ സ്ക്രീനുകൾക്കുള്ളതല്ല. ലിവ് ഇൻ ദ മൊമെൻറ്റ് നോട്ട് ഓൺ ദ ഫോൺ. അതുപോലെ ഫോൺ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റാണ്. അപ്പം അതിൻ്റെ ഒരു സ്ലോഗനാണ്, അതിൻ്റെ മിസ്യൂസാണ് ലിവ് ഇൻ ദ മൊമെൻറ്റ് നോട്ട് ഓൺ ദ ഫോൺ. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുക, അല്ലാതെ ഫുള്ളി നമ്മൾ ഫോണിലിങ്ങനെ അല്ല ജീവിക്കേണ്ടത്. അടുത്ത ഗാഡ്ജറ്റ്സ് ഡൗൺ, ഹെഡ്സ് അപ്പ്, എൻഗേജ് വിത്ത് ദ വേൾഡ്. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സൊക്കെ ഉപേക്ഷിക്കുക, തലം ഉയർത്തി ഈ ഒരു ലോകത്തോട് എൻഗേജ്ഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ള സ്ലോഗനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ.